ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഈ വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുബാറസിലെ തന്നെ തസാനിയ സ്വീറ്റ്സ് ആൻഡ് നട്ട്സിലാണ് ഞാനുള്ളത്. ഞാൻ ഒരു പ്രാവശ്യം ഈ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളെയും കൊണ്ട് വന്ന് അവൾക്ക് എന്തോ ചോക്ലേറ്റോ കാര്യങ്ങളോ മേടിച്ചിട്ട് പോയായിരുന്നു. അന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇത് ഒരുപാട് ഷോപ്പുകളിൽ തിരക്കിയിട്ട് കിട്ടാത്തൊരു ഐറ്റം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ തന്നെ വന്നു. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, നമ്മളാ ഗിഫ്റ്റ് ഐറ്റംസ് ആയാലും അങ്ങനെയുള്ള കുഞ്ഞു കുട്ടിയൊക്കെ വേണ്ട അടിപൊളി ടോയ്സുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ചോക്ലേറ്റ്, നട്ട്സ്, അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. എന്താ ഈ ഇതൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 75 റിയാൽ ഒക്കെ ഉള്ളു. അത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇരിക്കുന്നതെല്ലാം ആ ഒരു പ്രൈസിനുള്ളതാണ്. കാരണം ഒന്നും ഒരു 100ന് മുകളിൽ പോയിട്ടില്ല. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99 റിയാലേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്താ ഭംഗിയല്ലേ. ഇതൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആയിരിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റും ലാവൻഡർ കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഫ്ലവറിൽ അതിനകത്ത് ചെറിയ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ്. നല്ല രസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത്? എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതൊരെണ്ണം തന്നെയാണ് അല്ലേ. നല്ല ഭംഗിയുണ്ട്. കയ്യിൽ നിന്ന് അങ്ങ് താഴെ വീഴുന്നുമ്പോൾ അങ്ങ് വെക്കാം അത്. അങ്ങനെ ഓരോന്നും ഞാൻ എടുത്തതിൻ്റെ ഭംഗിയൊക്കെ നോക്കി ആസ്വദിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ഇതൊന്നും ഒറിജിനൽ ഫ്ലവർ അല്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഡെലിവറി ടൈമിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ബാഗ് കൂടെ ഇങ്ങനെ കൊണ്ടുപോകത്തില്ലായിരുന്നു പണ്ട്. ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം അതേ ഒരു മോഡലിലാണ് ഇത് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. അതുമല്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വന്ന ടൈമിന് മോളെ കൂടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു മിഠായിയാണ് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഇത് എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല, ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാം. അവൾ ഉദ്ദേശിച്ചത് വേറെ ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതും വാങ്ങിച്ചതും ഇതാണ്. നല്ലതെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്കത് അത്ര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. അതുമല്ല നട്ട്സ് കാര്യങ്ങളൊക്കെ കുഞ്ഞു കുട്ടികൾ കഴിക്കാത്ത നട്ട്സ് പോലും ഇവർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ടിലും ലെമണിൻ്റെ ഇതിലുമൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ആ ഐസ്ക്രീമിൻ്റെ ഇത് തുറക്കാനായിട്ട്, തല്ലാജ് തുറക്കാനായിട്ട് ഇച്ചിരി ഒന്ന് ടൈറ്റ് ഉണ്ടായിരുന്നു ഡോറ്. അപ്പോൾ പിന്നെ അത് ഞാൻ തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഐസ്ക്രീമൊക്കെ എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അതിൽ നിന്ന് ഓരോ ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. കാരണം റൂമിലത്തേക്ക് ഇനി എന്തെങ്കിലും എനിക്ക് മേടിക്കണമെങ്കിൽ അപ്പം ഇവിടെ വന്നങ്ങ് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് കരുതി ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലോട്ടൊന്നും പോയില്ല. എനിക്ക് ചോക്ലേറ്റ് വേണമായിരുന്നു. അപ്പം ഞാൻ ചോക്ലേറ്റ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. എനിക്കിഷ്ടമുള്ള സാധനം ഞാൻ മേടിച്ചു. പിന്നെന്താ, ഈ ഒരു സൈഡിൽ, അതായത് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേസിൻ്റെയൊക്കെ സെക്ഷനാണ് വരുന്നത്. എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾ ഇവിടെ ഉള്ള ഒട്ടുമിക്ക സാധനങ്ങളും വേണമെന്ന് പറയും. എനിക്കറിയാം. ഈ തല്ലാജ് നല്ല ടൈറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് നോക്കിയതാണ് കേട്ടോ. കാരണം ഈ ഐസ്ക്രീം ഇവിടെയൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ അധികമായിട്ട് ഐസ്ക്രീം കഴിക്കത്തില്ല. അതുകൊണ്ട് മോക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അവളെയും കൊണ്ട് വരുമ്പോൾ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇപ്പോൾ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചത് മതി. പിന്നെന്താ, നല്ല സ്പൈഡർമാൻ ആയിരുന്നല്ലേ, കൊള്ളായിരുന്നു. ഇവിടുത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഗേൾസിൻ്റെ ടെഡി ബിയർ, ടോയ്സ്, പാവ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസാണ്. ഗിഫ്റ്റ് ഐറ്റംസ് എന്ന് പറയത്തില്ല അതിന്. എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴാതെ ഞാൻ പതുക്കെ അങ്ങ് വെക്കുകയാണ് കേട്ടോ. എടുത്ത സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതൊരു മെനക്കേടാവത്തില്ലേ. അവർക്കും ബുദ്ധിമുട്ടാവും, ഷോപ്പിലുള്ളവർക്കും. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാനങ്ങനെ ഓരോന്നിൻ്റെയൊക്കെ നോക്കിയതാണ്, എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നോക്കണം കേട്ടോ. നിങ്ങളിവിടെ മുബാറസിലുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് നല്ല രസമുണ്ട്. അതിനകത്ത് ആ ഒരു ഇതും എല്ലാം. ഇത് ലാവൻഡർ കളറിലെ ഹാർട്ട് ഷേപ്പിലാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയില്ലേ. പിന്നെന്താ പറയുക, ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങോട്ട് പോയപ്പോഴത്തേക്ക് രാത്രി ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടാ. ഞാൻ ഈ ഷോപ്പിലോട്ട് പോയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിരുന്നു. ഞാനൊന്ന് നടക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. എന്നിട്ടാണ് ഞാൻ വിചാരിച്ചത് ആ ഷോപ്പിലോട്ടൊന്ന് പോവാം എന്ന് പറഞ്ഞ് പോയതായിട്ടാ, അല്ലാതെ വേറൊന്നുമല്ല.
അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വരണം, ഇവിടെ വിസിറ്റ് ചെയ്യണം. ഞാൻ വാങ്ങിച്ച ചോക്ലേറ്റ് ഇതാണ്, ആൽമണ്ടയും റഫേലോയും ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഒരു QR കോഡ് കിട്ടും, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ